ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ. മേക്കപ്പ് ഒന്നുമില്ല, കുളി മാത്രം. കുളി കഴിഞ്ഞു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാന്ന് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. നമുക്ക് എന്താ പറയുക, ഡെയിലി ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എൻ്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ കൊണ്ടാട്ടോ, VI കൊണ്ടാണ്. എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ടെൻഷനായി. ഇനി ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം, അതിനൊരു എമൗണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ടെൻഷനായി. പിന്നെ ഡോക്ടർ അടുത്ത വാക്ക് വേണ്ട, എന്നാൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. 15 എണ്ണം ചെയ്യണം. അത് 15 എണ്ണം 15 പ്രാവശ്യം വീതം ഡെയിലി ഒരു പ്രാവശ്യം ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു 2 സൈസ് മരുന്ന്, അത് വിറ്റാമിൻ ടാബ്ലറ്റ് ആണെന്നാണ് പറഞ്ഞത്. രാവിലത്തെ കാൽഷ്യം ടാബ്ലറ്റ്, വൈകുന്നേരത്തെ എന്താണെന്നറിയില്ല. അങ്ങനെ അത് രണ്ടും ഒരു 6 ആഴ്ച കഴിക്കണം. ഇതോടുകൂടെ അധികം നിൽക്കാൻ പാടില്ല. കുനിഞ്ഞ് ഒന്നും ദയവേത് ചെയ്യരുത്, കുനിഞ്ഞൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, കാലിൻ്റെ വേദന, കാലിൻ്റെ അടി നല്ല വേദനയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞൊരു കാര്യം ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് ഇറക്കി വെക്കാൻ പറഞ്ഞു. പിന്നെ കൂടുതലും ഒരു അരമണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വന്നിട്ട് റെസ്റ്റ് ചെയ്യണം പറഞ്ഞു. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇതിനൊക്കെ പറ്റിയ സാഹചര്യത്തിലൂടെയാണ് ഞാൻ എന്തായാലും കടന്നു പോകണമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല ബോഡി പെയിൻ ആട്ടോ, നല്ല വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എക്സസൈസ് തുടങ്ങിയപ്പോൾ കാലിനൊക്കെ നല്ല വേദന, ഞരമ്പൊക്കെ എണിച്ച് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല വേദന. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ ഡോക്ടർ ഇതൊക്കെ ആട്ടോ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു വിധത്തിൽ എനിക്ക് സമാധാനം ആയി. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് പോയത്. എനിക്ക് നല്ല വേദന, സഹിക്കാൻ പറ്റാത്ത വേദന ആയപ്പോഴാണ് ഞാൻ പോയത്. അതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്ട് ഒപ്പിച്ചു. അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ കാര്യപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഇതുപോലെ നല്ല വേദനയൊക്കെ വന്നിട്ട് MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ ഞരമ്പ്, എല്ലിൻ്റെ ഇടയിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ MRI എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും റബ്ബേ, എനിക്ക് വയ്യ. എൻ്റെ ഇക്കാൻ്റെ MRI കൊണ്ട് മതിയായിട്ടിരിക്കണേ. ഇനിയിപ്പോൾ എനിക്ക് MRI എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. പക്ഷെ അൽഹംദുലില്ലാ അതൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ആക്കി കിട്ടി. അത് കാരണം എനിക്ക് സമാധാനമായി. മരുന്ന് കുറച്ച് വില ഉള്ള മരുന്നാണ്, 2 എണ്ണം കഴിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം 6 ആഴ്ച എന്നുള്ളത് കുറച്ച് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു വിധത്തിൽ ഞാൻ സമാധാനിക്കുകയാണ്. ശരി, എന്താ പറയുക, വലിയ പ്രശ്നങ്ങളും MRI അങ്ങനെയുള്ള കാര്യമൊന്നും വന്നില്ലല്ലോ, ഇങ്ങനെയല്ലേ വന്നുള്ളൂ. സമാധാനം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെന്താ, നിലവിൽ നമ്മുടെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. ഇക്ക അൽഹംദുലില്ലാ, ഇക്കാക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഇക്ക സുഖമായിരിക്കുന്നു. പിന്നെ 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 വേറെന്താ, ഒരു സന്തോഷമുള്ള വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷമുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ള വാർത്തയാണ്. ഞാൻ അന്വേഷിച്ച് നടക്കുന്ന കാര്യമാണ്. ഞാൻ ഇൻസ്റ്റയിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നതാണ് കേട്ടോ. അതായത് ആയുർവേദത്തിൽ ഇക്കാടെ അസുഖത്തിന് ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരിപ്പോഴത്തെ കണ്ടീഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എല്ലാം പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു സമാധാനിക്കും പോലെ ഒരു റിസൾട്ട് പറഞ്ഞു, മരുന്നുണ്ട്, ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു എടുക്കാൻ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ, കുറച്ച് എക്സ്പെൻസീവ് ആണ് അത്. മരുന്നുകൾ കഴിക്കണം, ഒരു 3-4 സൈസ് മരുന്ന് കഴിക്കണം. ഒരു 3 മന്ത് കൂടുമ്പോൾ MRI ചെയ്ത് നോക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു ചികിത്സയാണ്. അപ്പോൾ കയ്യിൽ എന്തായാലും പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ.
അവര് മാറിയിട്ടുണ്ട്. അതായത് ഒരു 2 ഓവറിയിലും ക്യാൻസർ ആയിട്ട് ഒരു കുട്ടി വന്നിട്ട്, അതായത് ഒന്ന് സർജറി ചെയ്ത് എടുത്തു കളഞ്ഞു, മറ്റൊന്ന് എടുത്തു കളയേണ്ട സാഹചര്യത്തിൽ ഡോക്ടർ എന്തായാലും ചെയ്യണം പറഞ്ഞ സാഹചര്യത്തിൽ ഇവരുടെ അടുത്ത് വന്നു. ഇവരുടെ മരുന്നുകൾ കഴിച്ച് പിന്നത്തെ MRI കാര്യങ്ങളിൽ ആ അസുഖം ഇല്ലാതായി, റിക്കവറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഗവേഷണം നടത്തണ മരുന്നിൽ. അപ്പോൾ നമ്മുടെ അസുഖം എന്താണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിനിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, നിലവിൽ അതൊക്കെ ചെയ്യാനുള്ള സാഹചര്യത്തിലല്ല ഞാൻ. എനിക്ക് സാധിക്കില്ല, എനിക്കറിയാം. എന്നാലും നമ്മൾ പ്രതീക്ഷ വയ്ക്കാമല്ലോ. എന്തെങ്കിലും മുന്നിൽ എന്തെങ്കിലും എനിക്ക് കാണണം, കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതും കൂടെ ഇക്കാക്ക് ചെയ്യണം എന്നെനിക്കുണ്ട്. കാരണം നമ്മൾ ഇവിടെ സർജറി റേഡിയേഷൻ അവിടെ സ്റ്റോപ്പാണ്. അല്ലാതെ ഇക്കപ്പോൾ മരുന്ന് കഴിക്കുന്നത് അവിടുത്തെ നീർക്കെട്ട് കുറയാനുള്ള മരുന്നാണ് കഴിക്കുന്നത്. അതുപോലെ ചെറിയൊരു ബാലൻസിൻ്റെ കിട്ടാനും അതിന് അങ്ങനെയുള്ള ഇതൊക്കെയാണ് മരുന്ന് കഴിക്കുന്നത്. അല്ലാതെ ആ അസുഖം ഇല്ലാതാവാൻ അല്ലെങ്കിൽ ആ ട്യൂമർ ഇല്ലാതാക്കാൻ അല്ല മരുന്ന് കഴിക്കുന്നത്. അതിന് മരുന്ന് ഇല്ല എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്ക്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു അറിവ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി, നല്ല സമാധാനമായി മനസ്സിന്. പക്ഷെ അത് ചെയ്യാനുള്ള പൈസ എൻ്റെ അടുത്തില്ല. അതെനിക്ക് ഇപ്പോൾ നിലവിൽ എൻ്റെ അടുത്തില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല നിലവിൽ. എന്നിരുന്നാലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ നമ്മൾക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ശ്രമിക്കാമല്ലോ, എന്തെങ്കിലും ശ്രമിച്ചിട്ട് ഇക്കാക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലോ എന്നൊരു മനസ്സിനൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതുപോലെ മലപ്പുറം, അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മലപ്പുറം MCCI എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഹോമിയോ മരുന്നാണ്. അവരും ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞത് ഇതാണ്, മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അവരുടെ മരുന്ന് ഈ പറഞ്ഞ പോലെ അല്ല കേട്ടോ, അതിനേക്കാളും നല്ല എക്സ്പെൻസീവാണ് ആ മരുന്ന് വരുന്നത്. ഏകദേശം ഒരു മാസത്തിന് 10,000 രൂപയോളം വരും മരുന്ന് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇത്ര കഴിക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അതിനേക്കാളും മനസ്സ് ഡൗൺ ആയി. ഒരു മാസം അങ്ങനെയൊക്കെയാണ് നിലവിലെ കാര്യങ്ങൾ. എന്നിരുന്നാലും എനിക്കിങ്ങനെ മരുന്നുണ്ട്, ഇല്ലാതാക്കാൻ പറ്റും ഈ അസുഖത്തിന് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിന് വല്ലാത്ത സന്തോഷമായി. ഇക്കാനേക്കാളും എനിക്കാണ്. കാരണം ഇക്കാടെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് ഇക്കാക്കറിയില്ല. എല്ലാം കിടക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ എൻ്റെ ഉള്ളിലോട്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ അടുത്ത് അതിനുള്ള സാമ്പത്തികം ഇപ്പം നിലവിലില്ല, ഒരു ഉറപ്പും ഒരു ഇതുമില്ല. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ മനസ്സിന് നല്ല സന്തോഷമായി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡോളറൊക്കെ കയറി വരണം. പക്ഷേ വ്യൂസൊക്കെ വളരെ കുറവാണ്. അവിടെയും എനിക്ക് പരീക്ഷണമാണ്. യൂട്യൂബ് കാര്യപ്പെട്ട എൻ്റെ വീഡിയോസ് അങ്ങനെ ഒന്നും എന്താ പറയുക കൊണ്ടുപോകുന്നില്ല തോന്നുന്നു. യൂട്യൂബിന് വേണ്ട എന്നെ യൂട്യൂബിനും എന്നെ പറ്റാതായോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. മാക്സിമം ഇടങ്ങേറാവും, എന്നിട്ടേ അവിടെ നിന്ന് ഞാനൊന്ന് കയറുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഈ കഴിഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാം തന്നെ. ഇപ്പം ഈ എണിച്ച് നടക്കുന്നത് പോലും പടച്ച റബ്ബേ ഞാൻ അനുഭവിച്ച വേദനകൾ ഈ എണിച്ച് നടക്കുമ്പോഴേക്കും അത്രയും എന്താ പറയുക, അമ്മിക്കല്ലിലിട്ട് ചതച്ചെടുക്കില്ലേ, അങ്ങനെ എന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഞാൻ അനുഭവിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അത്രയും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിന് വേണ്ട എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പക്ഷേ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ഒന്നും ആവില്ല. നമുക്ക് വ്യൂസ് കൂടണം, എന്നാലൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയ്ക്കേ പറയാനുള്ളൂ. ഇതിന് എന്തെങ്കിലുമൊക്കെ ആവും എന്നൊരു പ്രതീക്ഷയാണ് കേട്ടോ. ഞാൻ അന്നും ഇന്നും പറയുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. പണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് അതൊരു ഇതായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് എൻ്റെ ജീവിത
സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എത്തിപ്പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിൽ മുഖ്യമായ ഒരേ ഒരു കാര്യം എൻ്റെ ചികിത്സ, അതാണ് എനിക്ക് പ്രധാനം. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് എന്തായാലും പറഞ്ഞു, നെക്സ്റ്റ് മന്ത് എന്തായാലും MRI ഉണ്ട്, MRI കഴിഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ നമ്പർ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക്, അതായത് ഒന്നുമില്ല, മരുന്നില്ല എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരാൾ വിളിച്ച് മരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല തണുപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇല്ല. അതിന് ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തും. ഞാൻ ഇക്കാനോടും പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കണ്ടെത്തിയിരിക്കും. ഞാൻ എന്താ പറയുക, ഇന്ന് ഇത്ര നേരം പടച്ചോൻ എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ലക്ഷ്യം ഇക്കാൻ്റെ ചികിത്സ പൂർണ്ണമാക്കണം. അതുപോലെ അടുത്ത MRI വരെ ഇക്കാനെ എവിടെയും വിടാതെ അങ്ങനെ എന്താ പറയുക സംരക്ഷിച്ചിരുത്തണം. അതെല്ലാം ഞാൻ വിജയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്കതിനെല്ലാം സാധിച്ച്. അതുപോലെ ഈ ഒരു കാര്യം അതും എനിക്ക് ചെയ്യണം എന്നുണ്ട്. പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കൊണ്ടുവരും. എനിക്ക് വിശ്വാസമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ എനിക്ക് അതും നടക്കുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എന്തെങ്കിലും ആയാൽ അതിന്ന് വരുമാനം കാര്യങ്ങൾ എന്തെങ്കിലും ആയാൽ എനിക്ക് എൻ്റെ ഇക്കാൻ്റെ ചികിത്സ, വേറെ ഒന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ലാ എൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊന്ന് ഇതായിട്ട് എന്തായാലും ജോബിന് ഇറങ്ങണം. ഇനി മുന്നോട്ട് പോകാൻ പാടില്ല. എത്രയാണ് നമ്മൾ വീട്ടുകാരെയും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഒരാൾ തന്നതുകൊണ്ട് എത്ര തന്നാലും നമുക്ക് കാണില്ല. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ള പോലെ എന്തായാലും വരില്ല. അപ്പോൾ എന്തെങ്കിലും ജോബിന് ഇറങ്ങണം പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ് ഇക്കാൻ്റെ MRI കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വർക്കിന് ഇറങ്ങാൻ പോകുകയാണ്. ഇനി നടക്കില്ല, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം പാടെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. മരുന്ന് രണ്ടാൾക്കും മരുന്നാണ് കേട്ടോ, ഇപ്പോൾ ഒരാൾക്കല്ല. ഇക്കാക്കും മരുന്നായി, എനിക്കും മരുന്നായി. അപ്പോൾ ഇതൊന്നും കൊണ്ട് എത്തിപ്പിടിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കണം, വർക്ക് എന്തെങ്കിലും നോക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നിലവിലെ വിശേഷം. ഇതാണ് എൻ്റെ സന്തോഷം പെട്ടൊരു കാര്യം കേട്ടോ. നല്ല മനസ്സിന് നല്ല സമാധാനം കിട്ടിയിട്ട്, എനിക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടിയപ്പോൾ മനസ്സിന് നല്ല സന്തോഷം കിട്ടി. ഇങ്ങനെ മരുന്നുണ്ട്, മാറിയിട്ടുണ്ട്, മാറും എന്ന് പറഞ്ഞപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ ഇപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞു പറഞ്ഞിട്ട് ട്യൂമർ വലുതാവില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാക്ക് ട്യൂമർ വലുതായാൽ ഇനി ഒരു സർജറി, അത് വളരെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതില്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന തേട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിന് നല്ല സമാധാനമായി. പക്ഷെ അത് ചെയ്യാനുള്ള സാമ്പത്തികം എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇതൊക്കെ എത്തിച്ചത് പടച്ചോൻ എന്തെങ്കിലും വഴിയും കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷയിലാണ്. ചെയ്യണം എന്തായാലും. അടുത്ത മാസത്തെ MRI കഴിയട്ടെ. യൂട്യൂബിന് എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേരുടെ മുമ്പിലോട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയി. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട്, ജീവിതത്തിനേക്കാളും ചികിത്സ കൊണ്ടുപോകണം എനിക്ക്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഉമ്മ വാപ്പ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി ഇവിടെ തരും. പിന്നെ ആഴ്ചയിൽ ബ്രദർ എന്തെങ്കിലും വാങ്ങിച്ച് തരും. പിന്നെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളേ ഉള്ളൂ. ചിലവ് കാര്യങ്ങൾ ജീവിതം എന്താണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ മരുന്ന് കാര്യങ്ങൾ അതൊക്കെ എന്താ പറയുക, നമ്മൾ ഒരുപാട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ള ഒരാളാണ്. നമ്മൾ കാരണം ആരും പ്രയാസപ്പെടരുത്. നമ്മൾ കാരണം എന്താ പറയാ, ഞാൻ കാരണം ആരും ഇടങ്ങേറാവരുത് എന്നൊരു ഉദ്ദേശമാണ്. പടച്ചോൻ ഇന്ന് ഇത്ര നേരം എത്തിച്ചു. ആരെയും മാക്സിമം ഞാൻ ഇടങ്ങേറാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ വീണ്ടും പറയണത്, മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പറ്റുമെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുക, വീഡിയോസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെയുള്ളൂ. കുട്ടികളുടെ TV കാണുന്ന ഇക്ക കടയിൽ പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.